ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2018 ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ സസ്പീരിയ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ കാണുന്ന ഹൊറർ മൂവീസ് ഒക്കെ ഉണ്ടല്ലോ, അതിലാണെങ്കിൽ ഈ ഒരു ജെംസ് കെയറും അതേപോലെ തന്നെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പേടിക്കുന്നു. ഇങ്ങനെ പല രീതിയിലായിരിക്കും നമ്മളെ പേടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഒരു മൂവിയിൽ ഒരിക്കലും അങ്ങനെയല്ല. ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഹൊറർ മൂവിയാണ്. പക്ഷേ ഈ ഒരു മൂവി കണ്ടു തരുമ്പോഴത്തേക്കും വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടായിരിക്കും ഈ ഒരു മൂവിയിൽ നിന്ന് നിങ്ങൾ പോകാൻ പോകുന്നത്. കാരണം അതുപോലെയുള്ള ഒരു മൂവിയാണ്. പിന്നെ ആദ്യമേ തന്നെ പറയാം, ഈ രക്തത്തെ പറ്റി ഒരുപാട് പറയുന്നത് അല്ലെങ്കിൽ വളരെ കൊടൂരമായിട്ടുള്ള ഈ ശരീരം മുറിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അസ്വസ്ഥത തോന്നുന്നവരാണെങ്കിൽ ഈ ഒരു മൂവി കാണാതിരിക്കുക എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതൊന്നും കുഴപ്പമില്ല, നമ്മളെല്ലാതരം മൂവീസും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു മൂവി കാണാം. അപ്പോൾ അധികം പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ ഈ ഒരു സ്റ്റോറി നടക്കുന്നത് 1977. അതേ സമയം തന്നെ കാണിക്കുമ്പോൾ പെട്രീഷ്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അവളൊരു ഡാൻസ് അക്കാഡമിയിൽ പഠിക്കുകയാണ്. അതുപോലെ ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും അവൾ നല്ലതുപോലെ തന്നെ പേടിച്ചിട്ട് ഏതോ ഒരു സൈക്കാട്രിക് ഡോക്ടറിനെ കാണാനായിട്ട് ഇങ്ങനെ വരുന്നു. അപ്പൊ ഈ ഒരു ഡോക്ടറിന്റെ പേര് ക്ലെംബറർ എന്നാണ്. അപ്പൊ ഈ ഒരു ഡോക്ടറിനെ പെട്രീഷ്യ ആൾറെഡി തന്നെ അറിയാം. അങ്ങനെ ഇവളാണെങ്കിൽ നേരെ അകത്തേക്ക് വന്നിട്ട് കുറച്ച് വിയേർഡായിട്ട് പല രീതിയിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അല്ലെ പെട്രീഷ്യ, നിനക്ക് ഇപ്പൊ എന്താ സംഭവിച്ചേ, നീ എന്താ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് ചോദിക്കുമ്പോൾ, ഇല്ല ഞാനൊരു ഡാൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും വളരെ മോശമായിട്ടാണ് ഞങ്ങളോട് പെരുമാറുന്നത്. അതുമല്ല അവരെല്ലാവരും മന്ത്രവാദിനികളാണ്. അതുപോലെ എന്റെ ഫ്രണ്ട്സും അവിടെയാണുള്ളത്. അവരെല്ലാവരും എനിക്ക് രക്ഷിച്ചേ പറ്റൂ. അപ്പൊ ആ ഒരു ഫ്രണ്ട്സിന്റെ പേര് സാറ, ഓൾഗ ഇങ്ങനെയാണ്. അങ്ങനെ ഇവളാണെങ്കിലും പെട്ടെന്ന് പേടിച്ചിട്ട് അവിടെയുള്ള ഫോട്ടോസ് എല്ലാം എടുത്ത് തിരിച്ചിങ്ങനെ വെക്കാണ്, ആരും അവളോട് സംസാരിക്കുന്നത് പോലെ. അപ്പൊ ഇവളിങ്ങനെയെല്ലാം കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ഡോക്ടർ പെട്ടെന്ന്, ഹേയ് പെട്രീഷ്യ, നീ എന്തായി പറയുന്നേ, എല്ലാം കറക്റ്റ് ആയിട്ട് പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ അതെല്ലാം നോട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അവളായാലും അവിടെ കിടന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം ആ ഒരു ഡോക്ടർ നോട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാണ്. എന്നിട്ട് അവള് വീണ്ടും വിയേർഡായിട്ട് ഇവിടെ ആ ഒരു ഡോക്ടറിന്റെ ഭാര്യ ഒരുപാട് നാൾക്ക് മുന്നേ കാണാതായിരുന്നു. ആ ഒരു ഭാര്യയുടെ ഫോട്ടോ ഉണ്ട്, അതെല്ലാം എടുത്ത് ഇങ്ങനെ തിരിച്ചു വയ്ക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡോക്ടർ പറയും, ഹേയ് പെട്രീഷ്യ അടങ്ങിയിൽക്ക്, നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ. ഇല്ല ഡോക്ടർ, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് ഓടി പോകുമ്പോഴത്തേക്കും അവൾ കൊണ്ടുവന്നൊരു ബാഗ് ഉണ്ട്, ആ ഒരു ബാഗ് അവിടെ വെച്ചിട്ടാണ് അവൾ പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണിക്കുമ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് സൂസി എന്ന് പറഞ്ഞൊരു പെണ്ണിങ്ങനെ വരികയാണ്. ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. അതുമല്ല സൂസി ആണെങ്കിൽ ഒരു അമേരിക്കക്കാരിയാണ്. അവളുടെ അച്ഛനും അമ്മയും ആരും അറിയാതെ കഷ്ടപ്പെട്ടാണ് അവളിപ്പോ ബെർലിനിലേക്ക് വന്നിട്ടുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, അവൾക്ക് ഒരുപാട് നാളായിട്ട് ഈ ഒരു ഡാൻസിൽ നല്ല രീതിയിൽ ഫേമസ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഡാൻസ് അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി അവളിപ്പോ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ അവൾ അകത്തേക്ക് കയറി വന്നിട്ട് ഈ ഒരു സെലക്ഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് ഇവൾക്ക് നല്ല പേടിയുണ്ട്, സെലക്ട് ആവോ ഇല്ലയോ, നല്ലതുപോലെ കളിക്കാൻ പറ്റോ ഇല്ലയോ എന്നുള്ള രീതിയിൽ. അങ്ങനെ അവിടെയുള്ള ടീച്ചേഴ്സിന്റെ മുന്നിൽ സൂസി ആണെങ്കിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങുകയാണ്. ഇതൊരു പ്രത്യേകതരം ഡാൻസ് ആണ്, ഇതിന്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ അവർ ആ ഒരു ഡാൻസ് കളിക്കുന്നത് കാണുമ്പോഴത്തേക്കും സത്യം പറയല്ലേ നമുക്ക് എന്തോ പോലെയാവും. കാരണം അതുപോലെയാണ് ശരീരം വെച്ചിട്ട് ആ ഒരു ഡാൻസ് കളിക്കുന്നത്. അപ്പൊ നമ്മുടെ സൂസി ഈ ഒരു ഡാൻസ് നല്ലതുപോലെ കളിക്കുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ടീച്ചേഴ്സിനെല്ലാം നല്ലതുപോലെ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അതേസമയം ഈ ഒരു അക്കാഡമിയിലെ മറ്റൊരു ക്ലാസ് റൂമിൽ കാണിക്കുമ്പോൾ അവിടെ മേഡം ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി ഉണ്ട്. അവരൊരു ടീച്ചറാണ്. അവർ മറ്റുള്ള കുട്ടികൾക്ക് ഡാൻസ് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവരവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ഇവിടെ ഒരുപാട് നേരമായിട്ട് കളിക്കുന്നല്ലോ. അവൾ അവിടെ ഡാൻസ് കളിക്കുന്നത് ഈ ഒരു സ്ത്രീക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയിൻ മറ്റൊരു മുറിയിലാണ് ഡാൻസ് കളിക്കുന്നത്. പക്ഷേ ആ ഒരു കാര്യം ഈ ഒരു ലേഡിക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവള് ശ്വാസം എടുക്കുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഹെലന എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ടീച്ചറിനെ കണ്ണിൽ കാണുന്നുണ്ട്. പക്ഷേ അവർ ആ ഒരു റൂമിലല്ല ഉള്ളത്, അവിടെയുള്ള ഒരു കണ്ണാടിയിലാണ്. റൂമിൽ നോക്കുമ്പോൾ അവരെ എവിടെയും കാണാനില്ല. അങ്ങനെ നമ്മുടെ ഹീറോയിൻ സൂസി കളിച്ച ആ ഒരു ഡാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അവൾ ഈ ഒരു അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇവർ സമ്മതിക്കാണ്. അതുമല്ല പെട്രീഷ്യ എന്ന് പറഞ്ഞൊരു പെണ്ണിനെ നേരത്തെ കാണിച്ചിരുന്നല്ലോ, അവൾ ഇപ്പോൾ ഒരുപാട് നാളായിട്ട് കാണാനില്ല, അതുകൊണ്ട് അവളുടെ റൂം നീതി എടുത്തോ എന്നും പറഞ്ഞിട്ട് ആ ഒരു പെണ്ണിന്റെ റൂം നമ്മുടെ ഹീറോയിന് കൊടുക്കാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആയാലും നേരെ അവളുടെ ആ ഒരു റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അടുത്ത റൂമിൽ സാറ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. അപ്പൊ ഈ ഒരു പെണ്ണിന്റെ പേരാണ് പെട്രീഷ്യ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ്. ആ ഒരു ഡോക്ടറിനോട് പറയുമല്ലോ, എനിക്ക് 2 സുഹൃത്തുക്കളുണ്ട്, സാറ, ആ ഒരു പെണ്ണാണിത്. അപ്പൊ സാറ ആയാലും നമ്മുടെ സൂസിയോട് പറയും, എന്റെ പേര് സാറ എന്നാണ്, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം, എപ്പോ വേണമെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാവുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു അക്കാഡമിയിലെ കിച്ചൺ ഭാഗത്ത് കാണിക്കുമ്പോൾ ഇവിടെയുള്ള ഒരു ടീച്ചേഴ്സ് എല്ലാം ആഹാരം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ആഹാരം കഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ കണ്ണാടി ഇട്ട ഒരു ടീച്ചറുണ്ട്. അവരാണെങ്കിലോ ഇവരുടെ അടുത്ത് നിന്ന് കുറച്ച് മാറി ആ ഒരു ചുമരിനടുത്തേക്ക് ചേർന്ന് നിന്നിട്ട് നല്ലതുപോലെ പേടിക്കുന്നുണ്ട്, അതേപോലെ തന്നെ വിഷമിക്കുന്നുണ്ട്, എന്തോ ഒരു ഗിൽറ്റി ഫീലിംഗ്. പക്ഷെ ഇത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഡോക്ടർ ക്ലെംബറർ ഉണ്ടല്ലോ, പുള്ളിക്കാരന് കാണിക്കാണ് അവനിപ്പോ ഒരു ട്രെയിനിൽ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ സ്റ്റാർട്ടിംഗ് സീനിൽ ഈ ഒരു ഡോക്ടറിന്റെ റൂമിൽ കാണിക്കുമ്പോൾ ഡോക്ടറിന്റെ ഭാര്യയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അവരിപ്പോ ജീവനോടെ ഇല്ല. ഇവരുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് വേൾഡ് വാർ 2 നടക്കുമായിരുന്നു. അതിനിടയിൽ ഇവരുടെ ഭാര്യയെ കാണാതാവുകയാണ് ചെയ്തത്. മരിച്ചോ ഇല്ലയെന്ന് ഇപ്പോഴും അറിയത്തില്ല.
അതുപോലെ ഇവര് രണ്ടുപേരും ഒരുമിച്ച് താമസിച്ച ഒരു പഴയ വീടുണ്ട്. അവിടേക്ക് ഒരു ഡോക്ടർ വന്ന് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു വീടെല്ലാം വൃത്തിയാക്കിയിട്ട് ആ ഒരു ഭാര്യയുടെ ഓർമ്മയിൽ അവിടെ തന്നെ ഇങ്ങനെ കഴിയാറുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു ഡാൻസ് അക്കാഡമി കാണിക്കുമ്പോഴത്തേക്കും മേഡം ബ്ലാങ്ക് അവിടെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും ആ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇങ്ങനെ പറയാണ്. ആ ഒരു സമയത്ത് ഇവരുടെ കൂടെ വോൾഗ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. അവളാണ് ഈ ഒരു ഡാൻസിലെ പ്രധാന വേഷം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവൾക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവള് പെട്ടെന്ന് ഇവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങും. വേറെ ആരെ പറ്റിയല്ല, പെട്രീഷ്യയെ പറ്റിയാണ് അവൾ പറയുന്നത്. ഇതുപോലെ പെട്രീഷ്യയെ കാണാതായിട്ട് ഒരുപാട് നാളായി, നിങ്ങൾ ആരും അവളെ പറ്റി അന്വേഷിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരോ ആണ് അവളെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത് എന്നെല്ലാം പറയുമ്പോൾ ഇവര് പറയുന്നത് വേറൊന്നുമല്ല, ഇവിടെ അടുത്ത് ഒരു ബാങ്കിൽ ഇപ്പോ ബോംബ് ആക്രമണം നടന്നിരുന്നു, അതുകൊണ്ട് തന്നെ പെട്രീഷ്യയാണ് അത് ചെയ്തത്, അവളൊരു തീവ്രവാദിയാണ് എന്നെല്ലാം ഈ ഒരു ടീച്ചർമാര് പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വോൾഗയാണെങ്കിലോ അതൊന്നും കേൾക്കാതെ ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കത്തില്ല എന്നും പറഞ്ഞിട്ട് അവളുടെ ബാഗെല്ലാം പാക്ക് ചെയ്ത് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ വോൾഗ അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ ഈ ഒരു ഡാൻസിലെ ഈ പ്രധാന വേഷം ചെയ്യുന്നത് ആരാണ് എന്നറിയാൻ കഴിയുന്നില്ല. ഒരുപാട് പേരോട് മേഡം ബ്ലാങ്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ തയ്യാറാണെന്നെല്ലാം ചോദിക്കുമ്പോൾ അവരാരും അതിന് തയ്യാറല്ല. കാരണം പ്രധാന വേഷം കളിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ് വേണം. ആദ്യം അത് പെട്രീഷ്യക്കാണ് പറ്റിയത്, രണ്ടാമത് വോൾഗ. ഇപ്പൊ വോൾഗ ഇല്ലാത്തത് കൊണ്ട് വേറെ ആരെ കൊണ്ട് പറ്റും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയും പറയും ഞാനത് ചെയ്യാം, കാരണം ഞാൻ ഈ ഒരു ഡാൻസിന്റെ ഡോക്യുമെന്ററി ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് അറിയാന്ന് പറയുമ്പോൾ ഇത് നിസ്സാര കാര്യമല്ല, നല്ലതുപോലെ എല്ലാം കളിക്കണമെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, ഞാൻ നല്ലതുപോലെ തന്നെ കളിക്കാന്നും പറഞ്ഞ് ഇപ്പോൾ ബാക്കി എല്ലാവരും ആ ഒരു ഡാൻസ് കാണാൻ വേണ്ടി ചുറ്റിനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും മേഡം ബ്ലാങ്ക് നേരെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഹീറോയിന്റെ രണ്ട് കയ്യിലായിട്ട് ഇങ്ങനെ തൊട്ടിട്ട് കൈയെടുക്കുമ്പോഴത്തേക്കും അവളുടെ കയ്യിൽ എന്തോ ഒരു വെളിച്ചം ഇങ്ങനെ കാണുന്നു. അത് അവളുടെ ഉള്ളിലേക്ക് കയറുന്നത് പോലെ അതേപോലെ തന്നെ അവളുടെ കാലിൽ തൊടുമ്പോൾ കാലിലും ആ ഒരു വെളിച്ചം ഇങ്ങനെ കയറിപ്പോവാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സൂസി നല്ലതുപോലെ ഡാൻസ് കളിക്കാൻ തുടങ്ങും. ഒട്ടും ക്ഷീണിക്കുന്നില്ല. അവൾ ഒരുപാട് നേരം ഒരു കുഴപ്പമില്ലാതെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ വോൾഗ പെട്ടിയും ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവളുടെ കണ്ണില് പൊടി വീഴുന്നത് പോലെ, അതുമല്ല അവൾക്കിപ്പോ കണ്ണ് നല്ലതുപോലെ കാണാനും കഴിയുന്നില്ല. അങ്ങനെ അവളായാലും തപ്പി തടഞ്ഞ് നടന്ന് ഏതോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ഒരു അടുത്തേക്ക് ചെല്ലുന്നതും പെട്ടെന്ന് അവിടെ ഒരു ഡോർ അങ്ങ് തുറക്കാണ്. അപ്പൊ ഇവളാണെങ്കിലും അതിനകത്തേക്ക് കയറി ഇങ്ങനെ ചെന്ന് നിൽക്കുന്നതും പെട്ടെന്ന് ആ ഒരു ഡോർ അങ്ങ് അടയുന്നു. അതുമല്ല ആ ഒരു റൂം മുഴുവനായിട്ട് കണ്ണാടികളോണ്ട് ഇങ്ങനെ വെച്ചേക്കാണ്. അതുമല്ല എവിടെ നോക്കിയാലും ഇവളുടെ രൂപം മാത്രം. പക്ഷെ അവിടെ വെച്ചാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ സൂസി ഇവിടെ ആ ഒരു ഡാൻസ് കളിക്കുമ്പോൾ അതെല്ലാം എഫക്ട് ചെയ്യുന്നത് വോൾഗേനെയാണ്. കാരണം ഹീറോയിൻ അവിടെ കൈ വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുമ്പോഴത്തേക്കും ഇവളുടെ കൈ പെട്ടെന്ന് ഒടിയാൻ തുടങ്ങും. ഇവളുടെ ശരീരത്തിനുള്ളിൽ ഓരോ ഭാഗങ്ങളായിട്ട് ഒടിഞ്ഞൊടിഞ്ഞിങ്ങനെ വരികയാണ്. ഒരവസരത്തിൽ അവളുടെ തലയോട്ടി തന്നെ തകർന്ന് ആ ഒരു വായെല്ലാം പല ഷേപ്പിലായിട്ട് മാറി. അതേസമയം ഹീറോയിൻ ആണെങ്കിലോ ഇവിടെ നിർത്താതെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹീറോയിൻ ഇതൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ വോൾഗയ്ക്ക് അത് നല്ലതുപോലെ തന്നെ ആവുന്നുണ്ട്. അവളുടെ ശരീരം ഇപ്പൊ കാണിക്കുമ്പോ ഒടിഞ്ഞു മടങ്ങി അവൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ കിടക്കാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനായാലും ആ ഒരു ഡാൻസും കളിച്ച് തീർന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും നമ്മുടെ വോൾഗയെ കാണിക്കുമ്പോഴത്തേക്കും അവൾ ഇപ്പോഴും മരിച്ചിട്ടില്ല. അവളുടെ ശരീരം എല്ലാം ഒടിഞ്ഞു മടങ്ങി അവൾ മരിക്കാറായിട്ട് ഇങ്ങനെ കിടക്കാണ്. അപ്പൊ അവിടേക്ക് ആ ഒരു ടീച്ചർമാരെല്ലാം കൂടി വന്നിട്ട് അവരുടെ കയ്യിൽ മൂർച്ചയുള്ള ഒരു വളഞ്ഞ കമ്പിയുണ്ട്. അത് വെച്ച് ഇവളുടെ ദേഹത്തേക്ക് കുത്തിയങ്ങിറക്കും. സത്യം പറയാൻ ഈ ഒരു സീനൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല, അത്രയും റിയൽ ആയിട്ടാണ് അവർ എടുത്തിട്ടുള്ളത്. അതിനിടയിൽ ആ ഒരു കണ്ണാടിയിട്ട ആ ഒരു ടീച്ചർ ഉണ്ടല്ലോ, അവർക്കാണെങ്കിൽ ഇതെല്ലാം ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യമില്ലാതെ മാറി ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വോൾഗയെ അവരെല്ലാവരും ആ ഒരു കമ്പി വെച്ച് തന്നെ തൂക്കി പിടിച്ച് മറ്റൊരു മുറിക്കകത്തെ കൊണ്ടുപോവാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മാഡം ബ്ലാങ്ക് ഉണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് നമ്മുടെ സൂസിയെ വിളിച്ചിട്ടാണ് അവൾക്ക് ഫുഡെല്ലാം കൊടുത്തിപ്പോ ഹീറോയിനോട് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഒരു ഡാൻസിൽ മെയിൻ ക്യാരക്ടർ ചെയ്യാൻ പോകുന്നത് നീയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോയിനായാലും അത്ര സന്തോഷം. കാരണം അവൾ കുട്ടിക്കാലം മുതലേ ഇവരുടെ ഡാൻസ് എല്ലാം കണ്ടിട്ടാണ് വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ ഒരു ഡാൻസിലെ മെയിൻ കഥാപാത്രം താനാണെന്ന് അറിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും. പിന്നീട് മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ ഹീറോയിന്റെ ഫാമിലി ആണെങ്കിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിലിയാണ്. ആ ഒരു ഫാമിലിയിലുള്ള ആരും മൂവിയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ഡാൻസ് കളിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ശിക്ഷ കിട്ടും, അതും കുട്ടിയായിരിക്കുമ്പോൾ തന്നെ. ഉദാഹരണത്തിന് ഹീറോയിൻ എന്തോ ഒരു ഡാൻസ് നാടകം എന്തോ കളിക്കുമ്പോഴത്തേക്കും അത് ഇഷ്ടപ്പെടാതെ അവളുടെ അമ്മ അവളുടെ കയ്യിലേക്ക് ഈ തേപ്പൊട്ടി ഉണ്ടല്ലോ അതുകൊണ്ടങ്ങ് വെച്ചു കൊടുക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സൂസി നേരെ റൂമിലേക്ക് വരുമ്പോൾ അവിടെ സാറ് ഇരിക്കുന്നു. സാറ് നല്ല വിഷമത്തിലാണ്. അപ്പോൾ സൂസി ചോദിക്കും എന്തോ ഒരു സാറാന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ സാറുടെ സുഹൃത്തുക്കള് പെട്രീഷ്യയും വോൾഗയായിരുന്നു. അവര് രണ്ടുപേരെ ഇപ്പൊ കാണാനില്ല. പക്ഷെ അവർക്ക് എന്തോ സംഭവിച്ചെന്നുള്ള കാര്യം മാത്രം സാറയ്ക്ക് മനസ്സിലായി. അങ്ങനെ അന്ന് രാത്രി അവൾ അവിടെ തന്നെ നമ്മുടെ ഹീറോയിനോടൊപ്പം തന്നെ കിടന്ന് ഉറങ്ങാണ്. അതേസമയം രാത്രിയിൽ കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോ എന്തോ ഒരു സ്വപ്നം കാണുന്നുണ്ട്. അത് വളരെ വിചിത്രമായിട്ടുള്ള, പറയാൻ തന്നെ കുറച്ച് വെറുപ്പുളവാക്കുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങളാണ് അവൾ ഇങ്ങനെ കാണുന്നത്. അതുമല്ല അവളുടെ സ്വപ്നത്തിലെ കുട്ടിക്കാലത്തെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കൂടി കാണുന്നുണ്ട്. അതിൽ നമ്മുടെ ഹീറോയിൻ ബെർലിൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ കുത്തി വരയ്ക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് അവൾക്ക് അറിയത്തില്ലായിരുന്നു അവൾ വലുതാകുമ്പോ ബെർലിനിലേക്ക് വരുമെന്ന്. അങ്ങനെ ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡോക്ടർ ക്ലെമ്പറിനെ കാണിക്കുമ്പോഴത്തേക്കാണ് അയാൾ വെളിയിലൊക്കെ പോയിട്ട് വരുമായിരുന്നല്ലോ.
അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്കും പെട്രീഷ്യ കൊണ്ടുവന്ന ഒരു ഡയറി ഇയാൾക്ക് ഇങ്ങനെ കിട്ടും ഈ ഒരു ഓഫീസ് റൂമിൽ നിന്നും. അതുമല്ല അവൾ ആ ഒരു ബാഗും കൊണ്ടാണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ബാഗിനകത്ത് നിന്ന് കിട്ടിയതാണ് ഈ ഒരു ഡയറി. അങ്ങനെ അയാളായാലും ആ ഒരു ഡയറി എടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഈ മന്ത്രവാദം, ആത്മാവ്, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുമല്ല ഇതിനകത്ത് ഒരു 3 പേരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 3 പേര് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി എന്താണ് കഥയിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അത് വേറൊന്നുമല്ല, ക്രിസ്ത്യാനിറ്റിയിലെ 3 മദേഴ്സ് ഉണ്ട്. മാറ്റർ ടെന്നിബെറം, ദി മദർ ഓഫ് ഡാർക്ക്നെസ് എന്നാണ് പറയുന്നത്. മാറ്റർ ലാച്ചിമറം, ദി മദർ ഓഫ് ടിയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് മദർ സസ്പീരിയം. ഇങ്ങനെ 3 മദേഴ്സ്. ഇവർ 3 പേരും മന്ത്രവാദിനികളാണ്, അതും സഹോദരിമാരും. അത് വേറൊരു സ്റ്റോറിയാണ്, അതെന്തായാലും നമുക്ക് മനസ്സിലാക്കണ്ട. ഇപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഈ ഒരു പേരുകൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഇവര് 3 പേരും മന്ത്രവാദിനികളാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതിലൊരു മദറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മന്ത്രവാദിനി ഗ്രൂപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിൽ അവൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്നതാണ് സസ്പീരിയോ എന്ന്. അതുമല്ല അതിലുള്ള ആ ഒരു മദറാണ് മദർ മാർക്കസ് എന്ന് പറഞ്ഞിട്ട്. അവരാണെങ്കിൽ ഇപ്പൊ ഒരുപാട് വയസ്സായി, അവരുടെ ശരീരം എല്ലാം ചുക്കിച്ചുളങ്ങി ഒരു വല്ലാത്ത അവസ്ഥയിൽ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാൻസ് ഗ്രൂപ്പ് തന്നെ നടത്തുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ ഇതിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളാണ് പെട്രീഷ്യ ആ ഒരു ബുക്കിൽ എഴുതിയിട്ടുള്ളത്. ഇതെല്ലാം വായിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഡോക്ടർ ആണെങ്കിലും നല്ലതുപോലെ ഷോക്കായി പോയി. ഓക്കെ, എന്തായാലും ഈ ഒരു ഡോക്ടർ വയസ്സായിട്ടിരിക്കല്ലേ. അതുകൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് പോലീസിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം ഇങ്ങനെ പറയണം, സാർ ഇതുപോലൊരു ഡാൻസ് അക്കാഡമിയിലെ ഇങ്ങനെ മന്ത്രവാദികളുടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അവർ പെൺകുട്ടികളെ വശീകരിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പോലീസിനോട് ഇങ്ങനെ പറയുമ്പോൾ അടുത്ത ദിവസം തന്നെ പോലീസ് നേരെ അവിടേക്ക് വരുന്നു. അങ്ങനെ 2 പോലീസുകാരും അകത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവരെല്ലാവരും മന്ത്രവാദികളാണെന്ന് പറഞ്ഞല്ലോ. കുറച്ചു കഴിഞ്ഞ് തന്നെ ഈ ഒരു പോലീസുകാര് അവിടെയുള്ള സ്ത്രീയോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്നറിയത്തില്ല, അവർ 2 പേരും ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഇനി ഇവരെ 2 പേരെയും വശീകരിച്ചതാണോ ഇല്ലയെന്ന് അറിയത്തില്ല. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ക്ലെമ്പർ ആണെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട്, സാർ എന്തായി, അവിടെയെല്ലാം മന്ത്രവാദികളല്ലേ താമസിക്കുന്നത് എന്തെല്ലാം ചോദിക്കുമ്പോൾ, അല്ല നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ, മന്ത്രവാദികളല്ലേ ഈ ഒരു കാലഘട്ടത്തില് മനുഷ്യനെ പോലെ ജീവിക്കുന്നാണോ, വെറുതെ വട്ടു പറയാതെ ഇറങ്ങി പോകുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഡോക്ടറിനെ അവിടെ നിന്ന് പറഞ്ഞുവിടും. ഓക്കെ, എന്തായാലും പോലീസുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ ഡോക്ടർ നേരെ ഈ ഒരു ഡാൻസ് അക്കാഡമിയിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ വന്നിട്ട് വെളിയിൽ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സാറ മറ്റുള്ള പെൺകുട്ടികളോട് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. അപ്പൊ സാറയെ കാണുമ്പോൾ പെട്ടെന്ന്, അല്ല മോളെ നിനക്ക് പെട്രീഷ്യ എന്ന് പറഞ്ഞൊരു പെണ്ണെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ, അതെ അറിയാം, എന്റെ സുഹൃത്താണ്. ഓക്കെ അങ്ങനെയാണോ, ശരി എനിക്ക് നിന്നോട് തനിയെന്ന് സംസാരിക്കണം എന്നും പറഞ്ഞ് നമ്മുടെ സാറയെ ഒരു കോഫി ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അവൾക്ക് ആഹാരമെല്ലാം വാങ്ങിക്കൊടുത്ത് പെട്രീഷ്യയെ പറ്റി പറയാണ്. ഇതുപോലെ പെട്രീഷ്യയെ കാണാതാവുന്നതിന് മുന്നേ അവസാനമായിട്ടും അവൾ വന്ന് സംസാരിച്ചത് എന്നോടാണ്. അതുപോലെ എന്റെ കയ്യിൽ ഇതുപോലെ ഒരു ബുക്കും തന്നിട്ടുണ്ട് എന്നും പറഞ്ഞ ആ ഒരു ബുക്കിലുള്ള കാര്യങ്ങളെല്ലാം അവളോട് ഇങ്ങനെ വായിക്കാൻ പറയും. ഇതുപോലെ നിങ്ങളുടെ അക്കാഡമിയിലുള്ള ടീച്ചേഴ്സ് എല്ലാം മന്ത്രവാദിനികളാണെന്നും സ്റ്റുഡൻസിനെ എല്ലാം വെച്ചിട്ട് അവർ മന്ത്രവാദം മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് എനിക്ക് മറ്റുള്ളവരുടേക്ക് എത്തിക്കാൻ കഴിയത്തില്ല, എനിക്ക് ആരുടെയെങ്കിലും സഹായം വേണം, അതുകൊണ്ട് നീ വേണം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സാറയാണെങ്കിൽ ആദ്യം അതിന് സമ്മതിക്കത്തില്ല. അവള് പെട്ടെന്ന് അവിടെ നിന്നും, ഓക്കെ നിങ്ങൾ എന്തായാലും എനിക്ക് ആഹാരമായി തന്നു, അതിലെന്തായാലും നന്ദിയുണ്ട് എന്നും പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പൂപ്പൻ ഒരുപാട് വിളിച്ച് നോക്കുന്നുണ്ടെങ്കിലും അവൾ കേൾക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും നമ്മുടെ സൂസിയെ കാണിക്കുമ്പോൾ, ഹീറോയിൻ ആണല്ലോ ഇപ്പൊ ഈ ഒരു ഡാൻസിലെ മെയിൻ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അവസാനത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അത് കാലുകൊണ്ട് നല്ല മുകളിലേക്ക് ചാടി വേണം ചെയ്യാനായിട്ട്. അങ്ങനെ അത് ചെയ്യാനായിട്ട് നമ്മുടെ ഹീറോയിനെ മേഡം ബ്ലാങ്ക് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അതിന് നല്ല സ്ട്രെങ്ത്, സ്റ്റാമിന ഇതെല്ലാം വേണം. അവളാണെങ്കിലും ഒരുപാട് നേരം അതിങ്ങനെ ചെയ്ത് അവസാനം വന്ന് താഴേക്ക് വീഴുമ്പോഴത്തേക്കാണ് പക്ഷെ നമ്മുടെ ലൂസിയെ ഇവർ എന്തോ ഒരു കാര്യത്തിന് തെരഞ്ഞെടുത്തു എന്ന് മാത്രം ഇതിലൂടെ എല്ലാം മനസ്സിലായി. കാരണം മേഡം ബ്ലാങ്ക് അവളെ തന്നെ ഇത്രയും നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അവളെ എന്തിനോ ഉപയോഗിക്കാൻ പോകുന്നു, അതറിയാതെ നമ്മുടെ സൂസി ഇപ്പൊ അവര് പറയുന്നതെല്ലാം കേട്ട് അതുപോലെ തന്നെ ചെയ്യുന്നത്. അതേസമയം ഇവിടെ ആ ഒരു കിച്ചണിലെ വീണ്ടും ഈ ഒരു ടീച്ചർമാരെല്ലായിരുന്നു ആഹാരം കഴിക്കുന്ന സമയത്താണ് ആ ഒരു കണ്ണാടിയിട്ട ടീച്ചർ ഉണ്ടല്ലോ, അവരാണെങ്കിൽ വളരെ വിഷമത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോഴും അതിന് കൂട്ടു നിൽക്കാനായിട്ട് അവരെ കൊണ്ട് കഴിയത്തില്ല എന്നുള്ള രീതിയിൽ അവർ പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ ഇതിന്റെ കൂട്ട് നിൽക്കത്തില്ല എന്നും പറഞ്ഞ് പെട്ടെന്നൊരു കത്തിയെടുത്ത് സോയ അവരുടെ കഴുത്തിലേക്ക് കുത്തി അവരവിടെ വെച്ച് മരിക്കുകയാണ്. ഓക്കെ, എന്തായാലും ഒരാൾ മരിച്ചു അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ള ടീച്ചേഴ്സ് എല്ലാം അവരുടെ ശരീരം അവിടെ നിന്ന് എടുത്തുകൊണ്ടങ്ങ് പോകുന്നു. അതേസമയം ഇവിടെ നമ്മുടെ സാറയെ കാണിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഡോക്ടർ പറഞ്ഞതിന് ശേഷം അവൾക്കാണെങ്കിലും പല രീതിയിൽ സംശയമുണ്ട്. കാരണം അവൾ റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ പല മുറികളിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അവൾക്കൊരു ശബ്ദം മാത്രം ഇങ്ങനെ ഫോളോ ചെയ്ത് കേൾക്കുന്നു, അവളുടെ പേര് വിളിക്കുന്നത് പോലെ. അങ്ങനെ ആ ഒരു ശബ്ദം ഫോളോ ചെയ്ത് അവൾ ആ ഒരു ചുമരുകളിൽ പിടിച്ചു, കാരണം ആ ഒരു ചുമരിനുള്ളിലാണ് ആ ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പൊ അത് ഫോളോ ചെയ്ത് സാറയാണെങ്കിലും പതിയെ താഴേക്ക് പോകുന്നു. താഴേക്ക് പോയിട്ടപ്പോ അവസാനം വോൾഗ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് മരിച്ചല്ലോ, ഒരു കണ്ണാടി കൂട് പോലത്തെ ഒരു റൂം, അവിടേക്ക് ചെല്ലാണ്. അങ്ങനെ ആ ഒരു റൂമിനടുത്തേക്ക് ചെന്നിട്ട് ഇതെങ്ങനെ തുറക്കണമെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും അവൾ അറിയാവുന്ന രീതിയിലല്ല അത് തുറന്ന് അതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ മറ്റൊരു റൂം, അത് തുറന്ന് താഴേക്ക് ചെല്ലുമ്പോൾ ഒരു സീക്രട്ട് ആയിട്ടുള്ള മുറിയുണ്ട്. അവിടെ ഒരുപാട് ശില്പങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കാണ്. അതും കൂടുതലും ഈ സ്ത്രീകളുടെ ശരീരഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ
അങ്ങനെയുള്ള ശില്പങ്ങളാണ് കൂടുതലായിട്ട് ഉള്ളത്. നോക്കുമ്പോഴത്തേക്കും അവിടെ മൂർച്ചയുള്ള ആ ഒരു കമ്പി ഉണ്ടല്ലോ, അതുണ്ട്. അത് വെച്ചിട്ടാണ് വോൾഗ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ അവർ തൂക്കിയെടുത്തിട്ട് പോയത്. അപ്പൊ ഈ ഒരു കമ്പി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ മന്ത്രവാദിനികളാണ്. അങ്ങനെ അത് മാത്രമേ നമ്മുടെ സാറ ആരും അറിയാതെ അവിടെ നിന്ന് എടുത്തുകൊണ്ടങ്ങ് പോവാണ്. അതേസമയം ഇവിടെ സൂസിയെ കാണിക്കുമ്പോൾ അവളിപ്പോ ആ ഒരു ഡാൻസ് നല്ലതുപോലെ തന്നെ കളിക്കുന്നു. കളിച്ച് അവൾ ആ ഒരു ഫ്ലോറിൽ കൈ വെക്കുമ്പോഴത്തേക്കും അതിനടിയിൽ നിന്നും വലിയൊരു കൈ, അതും വലിയ നഖങ്ങളൊക്കെ ഉള്ള, അതും സൂസിയുടെ നേരെ തന്നെ ഇങ്ങനെ കൈ വെക്കുകയാണ്. എന്നിട്ട് സൂസിയുടെ ശരീരം അതിനാവശ്യമുള്ളതുപോലെ അത് പെട്ടെന്ന് അവളുടെ ശരീരം നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം സൂസിക്ക് മനസ്സിലാവും, അവൾക്കും അത് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാറ ഇപ്പോൾ വീണ്ടും ആ ഒരു ഡോക്ടറെ കാണാൻ വന്നിട്ടാണ് പറയുന്നത്, ഡോക്ടറെ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ആ ഒരു മുറിയിൽ പോയിട്ട് പരിശോധിച്ചിരുന്നു, എനിക്കിതേ ഈ ഒരു കാര്യം മാത്രമാണ് കിട്ടിയത്. അപ്പോഴേക്കും നമ്മുടെ ക്ലെമ്പർ, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ വെച്ചേക്കാം, വേറെ എന്തെങ്കിലും കിട്ടോ ഇല്ലെന്ന് നീ ഒന്ന് അന്വേഷിച്ചേ പറ്റൂ, നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നെല്ലാം പറഞ്ഞ് സാർ അവിടെ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ ആ ഒരു അക്കാഡമിയിലെ ഒരു ടീച്ചർ അവളെ ഇങ്ങനെ കാണുന്നു. ഇത് കണ്ട് സാറയാണെങ്കിലും പേടിച്ച് അവർ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവളുടെ മുന്നിലൂടെ എന്തോ ഒരു വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് അവിടെ നിന്ന് ആ ഒരു ടീച്ചർ പെട്ടെന്ന് വേറൊരു ലേഡിയായിട്ട് മാറി അവിടെ നിന്ന് നടന്നു പോവാണ്. ഇനിയിപ്പോ അവരാണോ സാറയ്ക്ക് തോന്നിയതാണോ ഒന്നും അറിയത്തില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ കാണിക്കുമ്പോൾ ഈ ഒരു അക്കാഡമിയിലെ ആ ഒരു ഡാൻസ് ഉണ്ടല്ലോ, ആ ഒരു ഡാൻസ് പ്രോഗ്രാം ഇപ്പോൾ നടത്താൻ പോവാണ്. അതുമല്ല ഇത് കാണാൻ വേണ്ടിയിട്ട് വെളിയിൽ നിന്നും ഒരുപാട് ആളുകൾ, പൊതുജനങ്ങളുണ്ടല്ലോ, അവരെല്ലാം ഇവിടേക്ക് വരും. അതിനിടയിൽ തന്നെ നമ്മുടെ ക്ലെമ്പർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടർ, അയാൾ ഇവിടേക്ക് വരുന്നുണ്ട്. ആരും അറിയാതെ ആ ഒരു കൂട്ടത്തിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം ഈ ഡാൻസ് കളിക്കാൻ നിൽക്കുന്ന എല്ലാവരും അവരുടെ ദേഹത്ത് ഈ ഒരു നൂല് കൊണ്ട്, ചുവന്ന നൂല് കൊണ്ട് പ്രത്യേക രീതിയിൽ കെട്ടിയിട്ടാണ് അവർ ഈ ഒരു ഡാൻസ് കളിക്കാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും വരിയായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അതിൽ നമ്മുടെ സാറയെ മാത്രം കാണാനില്ല. ഇപ്പൊ സാറ എവിടെയാണ് പോയെന്ന് വെച്ചാല് സാറയ്ക്ക് ആ ഒരു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും വിടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ വീണ്ടും ആ ഒരു മുറികളിലേക്ക് പോയി ഇങ്ങനെ നോക്കാണ് താഴത്തെ. അങ്ങനെ അവൾ പഴയ ആ ഒരു റൂമിലേക്ക് വീണ്ടും ചെന്നിട്ട് കുറെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും നല്ല ഇരുട്ടുണ്ട്. അതുമല്ല ഉള്ളിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഇവളാണെങ്കിലും പേടിച്ച് ഉള്ളിലേക്ക് പോയിട്ട് ഒരിടത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ വായ സൈഡിൽ സ്ത്രീ ഇങ്ങനെ കിടക്കുന്നു. ആരാണെന്ന് അറിയാൻ വേണ്ടി ഓടി അടുത്തേക്ക് ചെന്നിട്ട് അവരെ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോഴത്തേക്കാണ് അത് വേറെ ആരുമല്ല, പെട്രീഷ്യ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു പെൺകുട്ടിയെ കണ്ടല്ലോ, അവളാണിപ്പോ ഈ ഒരു വയസ്സായുള്ള സ്ത്രീയെ പോലെ ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ അവളോട് ചോദിക്കും, നിനക്ക് എന്താ പറ്റിയ, നിന്നെ ആരെ ഇവിടെ കൊണ്ടുവന്നതെന്നെല്ലാം ചോദിക്കുമ്പോൾ അവളാണെങ്കിലും പേടിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതേസമയം കൈയും കാലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്തോ ഒരു ഭീകര ജീവിയെ പോലെ ഒരു സ്ത്രീ ഇങ്ങനെ വരുന്നു. അത് വേറെ ആരുമല്ല, വോൾഗ ഉണ്ടല്ലോ, അവളും മരിച്ചിട്ടില്ലായിരുന്നു. അവളുടെ കൈയും കാലെല്ലാം വെട്ടിയിട്ട് ഇപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് അവളുള്ളത്. അതുപോലെ പെട്രീഷ്യ ആണെങ്കിലും പെട്ടെന്ന് പേടിച്ചിട്ട് നമ്മുടെ സാറയുടെ കയ്യിൽ ഇറുക്കി ഇങ്ങനെ പിടിച്ചേക്കാണ്. അപ്പൊ സാറ് നല്ലതുപോലെ പേടിച്ച് അവിടെ നിന്നും തിരിച്ചു പോകാൻ തുടങ്ങും. അങ്ങനെ പോകുമ്പോഴത്തേക്കും നല്ല ഇരുട്ടുണ്ട്. അതുമല്ല അവൾക്കൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ശബ്ദം കേൾക്കുന്ന ആ ഒരു ഭാഗത്തേക്കെല്ലാം അവൾ നടന്നിങ്ങനെ പോവാണ്. അതേസമയം ഇവിടെ മുകളിൽ കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡാൻസ് തുടങ്ങി. സാറ ഇല്ലെങ്കിലും ഇവർ ഈ ഒരു ഡാൻസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ എല്ലാവരും ആ ഒരു ഡാൻസ് നല്ലതുപോലെ കളിക്കുന്നു. മെയിൻ കഥാപാത്രം എന്തായാലും നമ്മുടെ ഹീറോയിൻ ആണല്ലോ. അങ്ങനെ ഒരുപാട് നേരം ആ ഒരു ഡാൻസ് നല്ലതുപോലെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ സാറയെ കാണിക്കുമ്പോൾ സാറ നടന്നു വരുന്ന വഴിക്ക് പെട്ടെന്ന് അവിടെ ആ ഒരു റൂമില് ചില കുഴികൾ ഇങ്ങനെ ഉണ്ടാവുകയാണ്. അപ്പോ ഇവള് നടന്നു വരുന്നതും ഇരുട്ടായതുകൊണ്ട് അറിയാതെ ഒരു കുഴിയിലേക്ക് കാൽ വെച്ച് ചവിട്ടി കൊടുക്കുന്നതും പെട്ടെന്ന് കാലിന്റെ എല്ലൊടിഞ്ഞ് അത് ആ ഒരു മാംസം തുളച്ച് വെളിയിലേക്ക് വരും. ഇവളാണെങ്കിൽ വേദന കാരണം അലറി വിളിക്കാണ്. ഇവിടെ ആ ഒരു ഡാൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് വേറെ ആരും അറിയുന്നില്ല. അങ്ങനെ ഇവളാണെങ്കിലും അവിടെ കിടന്ന് ഒരുപാട് നേരം ഇങ്ങനെ കരയുമ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവര് പെട്ടെന്ന് ഇവിടേക്ക് വരുന്നു. അപ്പൊ ഇവളെ കാണുന്നതും, ഓ അപ്പോ നീ കണ്ടുപിടിച്ചിട്ട് ഇവിടം വരെ വന്നു, ശരി നിന്നെ എന്തായാലും ഞങ്ങൾ കാണിച്ചു തരാം എന്നെല്ലാം പറഞ്ഞ് അതിലൊരു ടീച്ചർ അവളുടെ കാലെടുത്ത് മുകളിലേക്ക് വെച്ച് ആ ഒരു ഒടിഞ്ഞ കാലുണ്ടല്ലോ, ആ ഒരു എല്ല് പുറത്തേക്ക് വന്നിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അതിന്റെ മുകളിലൂടെ കൈവച്ചിങ്ങനെ ഓടിക്കുന്നതും പെട്ടെന്ന് ആ ഒരു ഭാഗത്ത് ഈ ഒരു എല്ലുള്ളിലേക്കായിട്ട് ആ ഒരു മാംസം വളർന്നങ്ങ് നിൽക്കുന്നു. അവളുടെ കാല് മുറിഞ്ഞതുപോലെ അറിയുന്നില്ല. അതേപോലെ തന്നെ അവളുടെ തലയിൽ കൈവയ്ക്കുമ്പോൾ അവളുടെ കണ്ണിന്റെ നിറമെല്ലാം മാറി. അവൾക്കിപ്പോ ഒന്നും അറിയത്തില്ല, ആ ഒരു വേദന ഉണ്ടെന്ന് പോലും അവൾക്ക് അറിയത്തില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സത്യത്തില് ഇവിടെയുള്ളവരെല്ലാവരും മന്ത്രവാദിനികൾ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാറയെ നേരെ ഈ ഒരു ഡാൻസ് നടക്കുന്നതിന്റെ ഇടയിലേക്ക് കൊണ്ടുവിടുന്നതും അവള് കാല് മുറിഞ്ഞതുപോലെ അറിയുന്നില്ല. അവൾ അതൊന്നും അറിയാതെ അവരുടെ കൺട്രോളിൽ കിടന്നിട്ട് ആ ഒരു ഡാൻസ് കളിക്കാണ്. അപ്പൊ സൂസിയാണെങ്കിൽ അത് നോക്കുന്നുണ്ട്, അവൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരുപാട് നേരം ഇവൾ ഡാൻസ് കളിച്ച് അവസാനം ഇവളുടെ കാല് മുറിയുന്നൊരവസ്ഥയായി, രക്തം പോകുന്നുണ്ട്. എന്നിരുന്നാലും അതൊന്നും കാര്യമാക്കാതെ പെട്ടെന്ന് കളിച്ച് കാലൊടിഞ്ഞ് നേരെ താഴേക്കൊന്ന് വീഴുന്നതും അവളിപ്പോ അലറി വിളിക്കാൻ തുടങ്ങുന്നു. ഇത് കാണുന്ന ആ ഒരു ഡോക്ടർ അവളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ സാറയാണെങ്കിൽ ആ ഒരു ഡോക്ടറെ നോക്കി അലറി വിളിച്ചിങ്ങനെ കരയാണ്. പക്ഷേ അയാൾ അവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ സാറയെ അവരെല്ലാവരും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ നമ്മുടെ സൂസിയാണെങ്കിലും അവളുടെ മുറിയിലേക്ക് പറഞ്ഞു വിടുന്നു. അതേസമയം കാണിക്കുമ്പോൾ ഇപ്പോ സൂസിയുടെ മുന്നില് ഒരു ആത്മാവ് ഇങ്ങനെ നിൽക്കാണ്. അത് അവളുടെ ശരീരത്തിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതും കൂടാതെ എന്തോ ഒരു കാര്യം ഇന്ന് രാത്രി നടക്കാൻ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു അക്കാഡമിയിലെ എല്ലാ സ്റ്റുഡൻസിനെയും ഇതിനകത്തുള്ള ആ ഒരു ടീച്ചേഴ്സ് എല്ലാം മന്ത്രവാദിനികളാണെന്ന് പറഞ്ഞിരുന്നല്ലോ, അവരെല്ലാവരും കൺട്രോളിൽ എടുത്ത് വെച്ചേക്കാണ്. പക്ഷെ നമ്മുടെ ഹീറോയിന് ഒന്നും മനസ്സിലാവുന്നില്ല.
എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. അതേസമയം ഡോക്ടർ ക്ലെമ്പറിനെ കാണിക്കുമ്പോൾ അയാളാണെങ്കിൽ ഈ ഒരു ഡാൻസ് ഷോ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോവാണ്. ആ ഒരു സമയത്താണ് അയാളുടെ മുന്നിൽ ഏതൊരു സ്ത്രീ വന്ന് നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കാണാതായിട്ടുള്ള അയാളുടെ ഭാര്യയാണത്. അങ്ങനെ ഓടി അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇത്രയും നാൾ നീ എവിടെയായിരുന്നു എന്നെല്ലാം പറഞ്ഞ് അവരെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം നിന്ന് കരഞ്ഞിട്ട് ആ ഒരു സന്തോഷത്തിൽ അവർ രണ്ടുപേരും അവിടെ നിന്ന് നടന്നിങ്ങനെ പോവാണ്. അങ്ങനെ ഒരുപാട് ദൂരം നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ഇവര് വീണ്ടും എത്തിയിരിക്കുന്നത് ആ ഒരു ഡാൻസ് അക്കാഡമിയിലേക്ക് തന്നെയാണ്. അപ്പൊ ക്ലെമ്പറായാലും പെട്ടെന്ന് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുന്നതും അയാളുടെ ഭാര്യയെ അവിടെ കാണാനില്ല. വേറെ ഒന്നുമല്ല, ഇത്രയും നേരം അയാളുടെ കൂടെ ഉണ്ടായിരുന്നത് ഒരിക്കലും അയാളുടെ ഭാര്യ എന്നല്ലായിരുന്നു. അയാളെയും വശീകരിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. കാരണം ഇപ്പൊ അയാൾക്കും എല്ലാ സത്യങ്ങളും മനസ്സിലായല്ലോ. അങ്ങനെ അയാൾ വെളിയിൽ നിന്നിട്ട് പോകാനായിട്ട് വരുമ്പോൾ അതിനു മുന്നേ തന്നെ ഇതിനകത്തുള്ള ആ ഒരു ടീച്ചേഴ്സ് എല്ലാം കൂടി വന്നിട്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലേ എന്നും പറഞ്ഞ് അയാളെ പിടിച്ച് അകത്തേക്ക് വലിച്ചെടുത്തോണ്ട് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോ ഈ ഒരു ബിൽഡിങ്ങിന്റെ അടിയിൽ വലിയൊരു ബേസ്മെന്റ് ഉണ്ട്. അവിടെ എന്തോ ഒരു മന്ത്രവാദം നടക്കാൻ പോവാണ്. ഇവിടെ കൺട്രോളിലാക്കിയ ആ ഒരു പെൺകുട്ടികളുണ്ടല്ലോ, അതേപോലെ തന്നെ ഇവിടെ ടീച്ചേഴ്സ്, ആ ഒരു മന്ത്രവാദിനികള്, അവരെല്ലാവരും ശരീരത്ത് വസ്ത്രമൊന്നുമില്ലാതെ ന്യൂഡായിട്ട് നിന്ന് എന്ത് ഡാൻസ് കളിക്കുന്നു. അതുമല്ല അവിടെ വയസ്സായിട്ട് കണ്ണാടിയിട്ടൊരു സ്ത്രീ ഇരിപ്പുണ്ട്. ഇവരാണ് മദർ മാർക്കസ്. ആ ഒരു 3 മദേഴ്സിലെ ഒരു മദറാണ് ഇവര്. അതുപോലെ ഇവരാണെങ്കിൽ വർഷങ്ങളോളം ജീവിച്ച് ഇവർക്ക് പ്രായമായി. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ യൗവനം വീണ്ടും തിരിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ഡാൻസ് അക്കാഡമി രൂപീകരിച്ച് ഇവിടേക്ക് വരുന്ന പെൺകുട്ടികളെ വെച്ചുകൊണ്ട് തന്നെ അവരുടെ ശരീരം പതിയെ പതിയെ ഇവരിലേക്ക് കൊണ്ടുവന്ന് ഇവർക്ക് ആ ഒരു ശരീരം സ്വന്തമാക്കണം. അതാണ് ഇപ്പോൾ ഇവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു മന്ത്രവാദങ്ങളും കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അങ്ങനെ അതിനുവേണ്ടി ഇവർ ആദ്യമായിട്ട് തിരഞ്ഞെടുത്തത് പെട്രീഷ്യയാണ്. പക്ഷെ അവളുടെ ശരീരം ഇവർക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവളും ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയെ പോലെ മാറിയത്. അത് കഴിഞ്ഞ് വോൾഗയെ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ആ ഒരു അവസ്ഥയിൽ മരിച്ചുപോയത് കൊണ്ട് അവളെയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പൊ അവസാനമായിട്ട് ഇവർ തിരഞ്ഞെടുത്തത് നമ്മുടെ സൂസിയാണ്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് സൂസി ഇവിടേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അവളാണെങ്കിൽ ഈ ഒരു കാര്യമെല്ലാം കാണുമ്പോൾ നമ്മുടെ ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, അയാളെയും വസ്ത്രമൊന്നുമില്ലാതെ ഇവിടേക്ക് കൊണ്ടെങ്കിൽ ഇടുകയാണ്. ഇയാളെ ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഈ ഒരു ആചാരങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ നമ്മുടെ സാറ, അതേപോലെ തന്നെ വോൾഗയുടെ ശരീരം, പെട്രീഷ, ഇവരെല്ലാവരും അതിന് നടുവിലായിട്ട് നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ സാറയുടെ വയറ് കീറി അവളുടെ കുടൽ മാലയെല്ലാം വലിച്ചു പുറത്തേക്ക് എടുക്കാണ്. പക്ഷെ അവളാണെങ്കിലും മരിക്കാതെ തന്നെ നിൽക്കുന്നു. അതേസമയം മേഡം ബ്ലാങ്ക് ഉണ്ടല്ലോ, അവരിപ്പോ മദർ മാർക്കസിനോട് പറയും നിങ്ങൾ എന്തായി ചെയ്യുന്നേ, ഈ ഒരു പെൺകുട്ടി എങ്ങനെ വെറുതെ വേണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും. വേറെ ഒന്നുമല്ല, മേഡം ബ്ലാങ്ക് നമ്മുടെ ഹീറോയിനെ അവരുടെ സ്വന്തം മകളെ പോലെ കാണാൻ തുടങ്ങി. അവർക്കാണ് ഈ ഒരു കൂട്ടത്തിൽ ഇത്തിരി നല്ല മനസ്സുള്ളത്. അവരൊരു മന്ത്രവാദിനി തന്നെയാണ്. എന്നിരുന്നാലും അവർക്ക് ഇങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് ഒരിക്കലും ഇഷ്ടമല്ല. അങ്ങനെ ആ ഒരു രീതിയിൽ പറയുമ്പോഴത്തേക്കും മദർ മാർക്കസ് പറയും, പിന്നെ ഈ ഒരു അഴുകിയ ശരീരം വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഇനിയും ജീവിക്കണമെന്നാണോ? അതൊരിക്കലും നടക്കത്തില്ല, അതുകൊണ്ട് നീ തന്നെ മരിക്കുക എന്നും പറഞ്ഞ് അവരുടെ കൈയെടുത്ത് ഇങ്ങനെ വീശുന്നതും മേഡം ബ്ലാങ്ക് എന്ന് പറഞ്ഞ അവരുടെ കഴുത്ത് മുറിഞ്ഞിട്ട് പെട്ടെന്ന് അവർ താഴേക്ക് വീഴാണ്. പക്ഷെ മരിക്കുന്നില്ല. അവരെ മുട്ടുകുത്തി അവിടെ തന്നെ ഇരിക്കുന്നു. ആ ഒരു സമയത്ത് മദർ മാർക്കസ് വന്ന് ഹീറോയിനോട് ചോദിക്കും, നീ നിന്റെ ശരീരം എനിക്ക് തരൂ, ഞാനത് എടുത്തോട്ടെ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവള് മിണ്ടാതെ ഇങ്ങനെ നിൽക്കാണ്. ആ ഒരു സമയത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നതിന്റെ ഇടയിൽ നിന്നും ഒരു വലിയ രൂപം വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അതൊരു മോൺസ്റ്ററിനെ പോലെ. അപ്പോഴാണ് മദർ മാർക്കസിന് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വേറെ ഒന്നുമല്ല, ഈ ഒരു മോൺസ്റ്റർ മദർ സസ്പീരിയതിന്റെ ആണ്. അപ്പൊ ഇതെങ്ങനെ ഇവിടെ വന്നു അവർക്ക് അറിയാൻ കഴിയുന്നില്ല. അവർ പെട്ടെന്ന് തിരിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അവരോട് ചോദിക്കും, ഈ ഒരു 3 മദേഴ്സില്ലേ, അതിൽ നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ മദർ സസ്പീരിയത്തിനെയാണ് പിന്തുണയ്ക്കുന്നത് എന്നിങ്ങനെ പറയുന്നതും അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് അവളുടെ നെഞ്ചിങ്ങനെ വലിച്ചു കീറിയിട്ട് പറയുന്നത്, അതെ ഞാൻ തന്നെയാണ് മദർ സസ്പീരിയ എന്ന് പറയുന്നതും ഇവിടെയാണ് ആ ഒരു ട്വിസ്റ്റ്. നമ്മുടെ സൂസി ഒരു സാധാരണ പെൺകുട്ടിയല്ല, മദർ സസ്പീരിയത്തിന്റെ ഇപ്പോഴത്തെ ആ ഒരു പുനർജന്മമുണ്ടല്ലോ, അതാണ് സൂസി. എന്നിട്ട് സൂസി ഇപ്പൊ അവരോട് പറയും, എന്റെ പേര് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ മരിച്ചു പോകാൻ പോവാണ് എന്നിങ്ങനെ പറയുന്നതും ആ ഒരു മോൺസ്റ്റർ മദർ മാർക്കസിന്റെ അടുത്തേക്ക് ചെന്ന് അവരുടെ വായിലേക്ക് ഇങ്ങനെ എന്തോ ചെയ്യുന്നതും പെട്ടെന്ന് അവരുടെ തല പൊട്ടിത്തെറിച്ച് അവരോട് വെച്ച് മരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള എല്ലാ വിച്ചസും ഉണ്ടല്ലോ, അവർ എല്ലാവരുടെ അടുത്തേക്ക് ചെന്ന് ഈ ഒരു തെറ്റ് ചെയ്യാനായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെയാണ് അവർ എല്ലാവരെയും കൊല്ലുകയാണ്. അതും എല്ലാവരുടെ അടുത്തേക്ക് ചെന്ന് ആ ഒരു വായുടെ അടുത്തേക്ക് വെക്കുമ്പോഴത്തേക്കും അവരുടെ എല്ലാവരുടെ തല പൊട്ടിത്തെറിച്ച് എല്ലാവരും മരിക്കുന്നു. സത്യം പറയാൻ ഈ ഒരു സീനൊന്നും എനിക്ക് കാണിച്ചു തരാൻ കഴിയത്തില്ല, അത്രയ്ക്ക് രക്തം തെറിക്കുന്ന സീനാണിത്. അതുമല്ല ഇപ്പോൾ വെളിയിൽ ഈ ഒരു ഡാൻസ് അക്കാഡമിയിൽ പഠിക്കാനായിട്ട് വന്ന പെൺകുട്ടികളുണ്ടല്ലോ, അവരെല്ലാവരെയും ഇവരെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനെ പറ്റിയുള്ള എല്ലാ ഓർമ്മകളും അവരുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാണ്. അതുകൊണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് ആർക്കും അറിയത്തില്ല. അവരെല്ലാവരും പതിയെ അവിടെ നിന്ന് വെളിയിലേക്കും പോകുന്നു. അത് കഴിഞ്ഞ് ഇവിടെ എല്ലാവരും 3 പേര്, വോൾഗ, പട്രീഷ്യ, സാറ, ഇവര് 3 പേരും മരണത്തിന്റെ വക്കിലിങ്ങനെ കിടക്കാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്, മരണമാണോ അതോ ഒരു പുതിയ ജീവിതമാണോ? അപ്പൊ അവര് പറയും ഞങ്ങൾക്ക് മരണം തന്നെ മതി എന്നിങ്ങനെ പറയുന്നതും ഹീറോയിൻ അവരെ 3 പേരെയും അവിടെ വെച്ച് കൊല്ലുകയാണ്. അതുകൊണ്ട് അവര് 3 പേരും എന്തായാലും മരിച്ചുപോയി.
അത് കഴിഞ്ഞിട്ട് നേരെ മേഡം ബ്ലാങ്കിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവർ ഇതുവരെ മരിച്ചിട്ടില്ല, അവരുടെ കഴുത്ത് മാത്രം മുറിഞ്ഞു പോയിട്ടുള്ളൂ. അതുകൊണ്ട് അവരെ ഒന്നും ചെയ്യാതെ അവരുടെ കഴുത്തിലേക്ക് തൊടുമ്പോഴത്തേക്കും അവർക്ക് വീണ്ടും ഒരു കുഴപ്പമില്ലാതെ തന്നെ മാറുകയാണ്. കാരണം അവർ ഇത്തിരി നല്ലവരായതുകൊണ്ട് അവരെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ഈ ഒരു സ്കൂളിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഡോക്ടർ ക്ലെംബറർ ഉണ്ടല്ലോ, അയാളുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ടാണ് നമ്മുടെ ഹീറോയിൻ ഇതുപോലെ നടന്ന സത്യം എന്താണെന്ന് പറയുന്നത്. അതുമല്ല, ഇയാളുടെ ഭാര്യ മരിച്ചുപോയില്ലേ എന്നുള്ള കാര്യം അയാൾക്ക് ഇപ്പോഴും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു സത്യം പറയും. വേൾഡ് വാർ 2 നിങ്ങളുടെ ഭാര്യയെ ആ ഒരു പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുപോയി ചുട്ടുകൊല്ലുമായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഭാര്യ മരിച്ചു എന്ന് പറയുമ്പോൾ അയാൾ നല്ലതുപോലെ കരയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാല്, ഇനി നിങ്ങൾക്ക് ആ ഒരു വേദനകളൊന്നും ഉണ്ടാവത്തില്ല, ഒരു പുതിയ ജീവിതം, പുതിയ ഓർമ്മകള് എന്ന് പറഞ്ഞിട്ട് അയാളെ എന്തോ ചെയ്ത് അവിടെ നിന്ന് പോകുന്നതും പെട്ടെന്ന് ക്ലെംബർ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു വിറയിൽ മാറുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ അയാളുടെയും ഓർമ്മകള്, അയാളുടെ ഭാര്യ മരിച്ചു എന്നുള്ള എല്ലാ കാര്യങ്ങളും മറന്ന് അയാൾക്കിപ്പോൾ പുതിയ ഓർമ്മകളാണ്. അതുകൊണ്ട് ആ ഒരു സ്കൂളിൽ നടന്ന കാര്യങ്ങൾ എന്താണ്, പെട്രീഷ്യ എന്താണ് പറഞ്ഞത്, ഇതൊന്നും അറിയാതെ അയാളിപ്പോൾ വീണ്ടും പുതിയ ഓർമ്മകളായിട്ട് അയാൾ ജീവിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഒറ്റയ്ക്ക് പുതിയൊരു ജീവിതം ജീവിക്കുന്നു. അതോടെ സസ്പീരിയ എന്ന് പറഞ്ഞ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു മൂവിയിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് നോക്കുമ്പോഴത്തേക്കും മദർ സസ്പീരിയ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ശക്തി ഉണ്ടല്ലോ, അതിനെ വേണമെങ്കിൽ ഒരു ദൈവം എന്ന് വിളിക്കാം. അപ്പൊ അവരുടെ പേര് വെച്ച് ഒരു മന്ത്രവാദിനി കൂട്ടം, അതാണ് മദർ മാർക്കസ്, അവരുടെ ആ ഒരു കൂട്ടം അവരുടെ നല്ലതിനു വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കുന്നു. അതും ആ ഒരു മന്ത്രവാദിനി വയസ്സാവാതിരിക്കാൻ വേണ്ടി, അവർക്ക് ചെറുപ്പം നിലനിർത്താൻ വേണ്ടി അവരുടെ ശരീരത്തിന് യോജിക്കുന്ന പെൺകുട്ടികളെ കണ്ടുപിടിച്ച് അവരുടെ ശരീരം എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ഡാൻസ് അക്കാഡമി രൂപീകരിച്ച് ഓരോ പെൺകുട്ടികളായിട്ട് അവിടേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ മദർ സസ്പീരിയത്തിന്റെ അടുത്തൊരു ജന്മമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുട്ടിക്കാലത്ത് അവൾ ഒരു മാപ്പിൽ ഇങ്ങനെ കൈകൊണ്ട് വരയ്ക്കും ഈ ഒരു നഗരത്തിലേക്ക് വരണമെന്നുള്ള രീതിയിൽ. പക്ഷെ അന്ന് അവളുടെ അമ്മയും അച്ഛനൊന്നും അത് വലിയ കാര്യമാകത്തില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടിക്കാലത്ത് തന്നെ മദർ സസ്പീരിയം അവളുടെ ഉള്ളില് ഇതുപോലെ ഭാവിയിൽ ഒരുപാട് തെറ്റുകൾ നടക്കാൻ പോകുന്നുണ്ട്, അതെല്ലാം നീ തടയണം എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഹീറോയിനായാലും വലുതാവുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവൾക്ക് ഈ ഒരു ഡാൻസ് പഠിക്കണമെന്നുള്ള രീതിയിൽ ആ ഒരു വീട്ടുകാരെ തന്നെ തള്ളിക്കളഞ്ഞ് അവൾ ഇവിടേക്ക് വരുന്നതും ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം അവസാനം മദർ സസ്പീരിയുമായിട്ട് മാറി അവരുടെ പേര് വെച്ച് മോശം കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും അവർ കൊല്ലുന്നതും. ഇതാണ് സത്യത്തിൽ ഈ ഒരു മൂവിയിൽ സംഭവിച്ചത്. അപ്പൊ ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.